ഒരു ഉദാഹരണം. അത് വെച്ചാണ് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നത്. ആൾമറയില്ലാത്ത, കെട്ടിയിട്ടില്ലാത്ത ഒരു കിണർ ആഴമേറിയ ഒരു കിണർ ആ വീടിൻ്റെ മുറ്റത്തുണ്ട്. പക്ഷേ ചുറ്റും മതിൽ കെട്ടിയിട്ടില്ല, ആൾമറ കെട്ടിയിട്ടില്ല. ആ കിണറിൻ്റെ അടുത്തേക്ക് ആ വീട്ടിലെ ഒരു ചെറിയ കുഞ്ഞ് നിരങ്ങി നിരങ്ങി നീങ്ങുകയാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടിയുടെ ഉമ്മയോ വല്യമ്മയോ ആ കുട്ടിയെ നോക്കുമ്പോൾ കിണറിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. കിണറിൻ്റെ മറുഭാഗത്ത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അയൽവാസിയായ ഒരു മുഹമ്മദോ അഹമ്മദോ അവിടെയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി ആ കുഞ്ഞിനെ ഓടി പിടിക്കാനുള്ള സമയം കിട്ടാത്ത വിധം കുട്ടി കിണറിൻ്റെ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. ജനൽ വഴി കണ്ട ഉടനെ കിണറിൻ്റെ അപ്പുറം നിൽക്കുന്ന മുഹമ്മദ് കയോട് ഈ ഉമ്മ പറഞ്ഞു, മുഹമ്മദ് കാ, എൻ്റെ കുട്ടി എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ഉമ്മ വിളിച്ചു പറഞ്ഞത് മുഹമ്മദ് ക കേൾക്കണം. മുഹമ്മദ് കാക്ക് കിണറിൻ്റെ ആ സൈഡിൽ നിന്ന് കുട്ടി നിൽക്കുന്ന സൈഡിലേക്ക് വരാൻ സമയം കിട്ടണം. ആ കുട്ടിയെ പിടിക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കണം. ഇതൊക്കെ ഒരു കാര്യകാരണ ബന്ധങ്ങളുമായി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. മുഹമ്മദ് കാ വിളി കേൾക്കണം. ഉടനെ മുഹമ്മദ് കാക്ക് കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റണം. ആ കുട്ടിയെ പിടിക്കാൻ കഴിയണം. എങ്കിൽ അള്ളാഹു നിശ്ചയിച്ച പ്രകാരം ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റും. ഈ വിളിയും ഈ സഹായതേട്ടവുമാണ് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലെ സഹായതേട്ടം. ഇങ്ങനെ എല്ലാ ഉദാഹരണവും പറയാം. ഈ വിളിയാണ് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലെ വിളി. അയാൾക്ക് സഹായിക്കാൻ പറ്റിയേക്കാം. എന്നാൽ ആ ഉമ്മ ഈ കുട്ടിയെ കണ്ട ഉടനെ എൻ്റെ കുട്ടി കിണറിലേക്ക് വീണു പോകുമല്ലോ എന്ന് വിചാരിച്ച്, തൗഹീദുള്ളൊരു ഉമ്മയാണെങ്കിൽ അല്ലാഹുവേ എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ അവിടെ കാര്യകാരണ ബന്ധങ്ങളുടെ ആവശ്യമില്ല. അള്ളാഹുവിന് ആ കുട്ടിയെ അവിടെ തന്നെ നിർത്തിപ്പിക്കാൻ പറ്റും. ആരുടെയും ഇടപെടലുകൾ ഇല്ലാതെയും കഴിയും, ഇടപെടലുകൾ ഉണ്ടാക്കിയും കഴിയും. ആ വിളി പ്രാർത്ഥനയാണ്. റബ്ബേ, എൻ്റെ കുഞ്ഞ് കിണറിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, അള്ളാഹുവേ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഈ വിളി അദ്ദുആ ആണ്, വിളിയാണ്. ആ വിളി പ്രാർത്ഥനയാണ്. എന്നാൽ തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ലാത്ത, അതല്ലെങ്കിൽ ആളുകൾ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് കേട്ടു മനസ്സിലാക്കി ഇസ്തിഗാസയും ഇസ്തിആനത്തുമൊക്കെ ആളുകൾക്കിടയിൽ വക്രീകരിച്ച് ദുർവ്യാഖ്യാനം നടത്തി വഅള് കേട്ട ഒരു ഉമ്മ. ആ ഉമ്മ വിളിച്ചത് മുഹ്ദി ശൈഖേ എൻ്റെ കുട്ടീന്ന്. അത് അള്ളാഹുവിനോട് വിളിച്ചതുപോലെയുള്ള വിളിയാണ്. ഇറാഖിന്റെ ബാഗ്ദാദിൽ കബറടക്കം ചെയ്തിരിക്കുന്ന മുഹ്ദി ശൈഖ് എന്ന് പറയുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി നല്ല തൗഹീദുള്ള പണ്ഡിതനായിരുന്നു. ചെറിയ സൂഫി ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും തൗഹീദിന് വേണ്ടി പടപൊരുതിയ മഹാനായ പണ്ഡിതനാണ്. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കിയവരിൽ നിന്ന്, ഖുർആൻ മനസ്സിലാക്കിയവരിൽ നിന്ന്, ഹദീസ് പഠിച്ചവരിൽ നിന്ന് അല്ലാഹുവല്ലാത്തവരിലേക്ക് നേരാവണ്ണം പഠിക്കാതെ, നേരാവണ്ണം മനസ്സിലാക്കാതെ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്ന അവസ്ഥ മുഹ്ദി ശൈഖ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരോടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ മർമ്മമായ, ജീവനായ, ഇസ്ലാമിന്റെ ജീവനായ ആ കലിമത്തു തൗഹീദ് ഉൾക്കൊണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയ, പഠിക്കാൻ അവസരം കിട്ടിയവരോടാണ് മുഹ്ദി ശൈഖ് ചോദിക്കുന്നത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? വഫീ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിൽ, ഖൽബിൽ, കം ഇലാഹ്, എത്ര ഇലാഹുകളാണ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നിട്ട് നീ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നിട്ട് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നു. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, റബ്ബിന്റെ പേരിലല്ലാതെ നീ മൃഗങ്ങളെ അറുക്കുന്നു. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് നീ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നു. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നിട്ട് നീ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആനത്ത് നടത്തുന്നു. അല്ലാഹു വിലക്കിയ റബ്ബിനോടല്ലാതെ മറ്റൊരാളോടും തേടാൻ പാടില്ലാത്ത സഹായത്തേട്ടം നീ നടത്തുന്നു. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അവരോടാണ് മെഹ്ദി ഷേഖ് ചോദിച്ചത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവകാശമുണ്ട്? നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്? ഞാനിത് പറഞ്ഞത്, തുടങ്ങി വെച്ചത്, എൻ്റെ ചെറിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറഞ്ഞത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ മഹല്ല് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ, പുരുഷന്മാരെ, ജേഷ്ഠാനിയന്മാരെ, മാതൃതുല്യരായ, പിതൃതുല്യരായ രക്ഷിതാക്കളെ, വളരെ ഗൗരവമേറിയ ഒന്നാണ് തൗഹീദ്. അത് പഠിച്ചാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, എത്ര വലിയ ദാനധർമ്മം നടത്തിയിട്ടും കാര്യമില്ല. ഹജ്ജ് എന്ന കർമ്മത്തിനോ ഉംറ എന്ന കർമ്മത്തിനോ ഇല്ല, അതിനൊന്നും പോയിട്ട് കാര്യമില്ല. കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്താണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ജാറവും കുബ്ബയും മിനാരവും ഒക്കെ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എത്രയോ ജാറങ്ങൾ, ഖബറുകൾ കെട്ടിപ്പൊക്കി എത്രയോ ജാറങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്തുള്ളത് വലിയ ജാറമാണ്. അതിൻ്റെ ആ ജാറത്തിന് വേണ്ടി ഉയർത്തിയ അതിൻ്റെ ആ തൂണ് എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ്. ഒരു എയർപോർട്ടിൽ അനുവദിക്കപ്പെട്ട, അതിന്റെ പരിസരത്ത് അനുവദിക്കപ്പെട്ട ഹൈറ്റ് മുഴുവനും അവരെടുത്തിട്ടുണ്ട്. എന്തേ അതങ്ങനെ മനോഹരമാക്കി അതിനെങ്ങനെ പർവ്വതീകരിച്ചു വെക്കാനുള്ള കാരണം എന്താ? ആ എയർപോർട്ടിലേക്ക് തൻ്റെ മകനെ യാത്രയാക്കാൻ ഉമ്മ വരുന്നു, വാപ്പ വരുന്നു, ഭാര്യ വരുന്നു, മക്കൾ വരുന്നു, കൂട്ടുകുടുംബത്തിൽപ്പെട്ടവർ വരുന്നു. അവർ വിമാനത്തിന്റെ സമയം മനസ്സിലാക്കി എയർപോർട്ടിൽ എത്തേണ്ട ആ മണിക്കൂറുകൾക്ക് മുമ്പേ എത്തി തൻ്റെ മകനെ കൈപിടിച്ച് ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ഉമ്മ വെച്ച് ചുംബിച്ച്, അല്ലെ, മക്കളോടും ഭാര്യയോടുമൊക്കെ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് തിരിച്ച് യാത്രയാകുമ്പോൾ ഈ ജാറത്തിന്റെ മുന്നിൽ വന്നൊരു 500 രൂപ കൊടുത്താലും കുഴപ്പമില്ല, എൻ്റെ മകൻ സുഖമായി ഉദ്ദേശിച്ച സ്ഥലത്തെത്തണമെന്ന് വിചാരിക്കും ഒരു ഉമ്മ, വിചാരിക്കും ഒരു ഉപ്പ. അതുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടമാണ് ഈ അർത്ഥത്തിലുള്ള എയർപോർട്ടിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ എന്ന് ഈ ചൂഷണം ചെയ്യാൻ ആഗ്രഹിച്ചവർ മനസ്സിലാക്കി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അത് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അവന്റെ വിശ്വാസത്തെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലേ? എന്തുകൊണ്ട് ഈ രംഗത്ത് മുസ്ലിം ഉമ്മത്ത് അവന്റെ അഖീദ മനസ്സിലാക്കേണ്ടതുപോലെ, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ, കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ, പഠിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതൊരു സലഫി മഹൽ എന്ന നിലക്ക്, ഒരു മുജാഹിദ് മഹൽ എന്ന നിലക്ക്, പാരമ്പര്യമായി ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന നിലക്ക് നമ്മുടെ ഇടയിൽ, പ്രിയപ്പെട്ടവരെ, അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല, പിഴവുകൾ വരാൻ പാടില്ല. അപ്പുറമുള്ള ഇപ്പുറമുള്ള മഹല്ലുകളിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകൾ ഈ മഹലിലുണ്ട്, അല്ലേ? മരണം നടക്കുമ്പോ ചെറുപ്പം മുതലേ കണ്ടുപഠിച്ചത്, കേട്ടുപഠിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളും ഷിർക്കിന്റെ വശങ്ങളുമൊക്കെ മരണവുമായി ബന്ധപ്പെട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒരു യാത്രക്കൊരുങ്ങുമ്പോ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നത് അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലായിരുന്നു. അതുകൊണ്ട് വേണ്ടതുപോലെ കാര്യങ്ങളെ ഗ്രഹിക്കാനോ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനോ സാധിക്കാതെ പോയാൽ അവിടെയും അന്ധവിശ്വാസങ്ങളും ഷിർക്കുമൊക്കെ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ജാഗ്രത പാലിക്കണം. ഇപ്പോ ഒരു തത്തയും പിടിച്ച് ചീട്ടും പിടിച്ചു വരുന്ന ആളുകളൊക്കെ ഇല്ലാതെയായിട്ടുണ്ട്. എന്നാലും പ്രിയപ്പെട്ടവരെ, ഷിർക്ക് വരുന്ന ഒരുപാട് വഴികളുണ്ട്. ഞാൻ കോർവയിലല്ല ഇത് പറയുന്നത്, ചെറിയ സമയത്തിനുള്ളിൽ ചിലത് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും
ജ്യോത്സ്യനെ സമീപിക്കുന്ന, സിദ്ധനെ സമീപിക്കുന്ന, ബീവിമാരെ സമീപിക്കുന്ന, ഹോജമാരെ സമീപിക്കുന്ന പലരും ഇന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന്റെ ഇപ്പുറമുള്ള പൂച്ചക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ജിന്നുമ്മയുടെ കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ അങ്ങാടിയിൽ നമ്മൾ പോയി പ്രസംഗിച്ചു. ആദ്യ ദിവസം നമുക്ക് പെർമിഷൻ കിട്ടാൻ ചില പ്രയാസങ്ങളായി. എന്നാലും പോലീസിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ നമ്മൾ തൗഹീദിന്റെ ശബ്ദം കേൾപ്പിച്ചു. എന്താ ഉണ്ടായത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഞാനതിന്റെ ഒരു ചുരുക്കം നിങ്ങളുടെ മുമ്പാകെ പറയട്ടെ. ഇരട്ടിപ്പിക്കുമത്രേ സ്വർണം കൊടുത്താൽ ഈ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് പ്രായമുള്ള ആളാണ്. ആകെ 30 വയസ്സിന് മുകളിൽ, 35 വയസ്സിന് താഴെയൊക്കെ പ്രായമുള്ള ഒരു ജിന്നുമ്മയുടെ കയ്യിൽ 100 പവൻ കൊണ്ടുപോയി കൊടുത്താൽ ഇരട്ടിയായി 200 പവൻ തിരിച്ചു തരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതൊക്കെ നടക്കുന്ന? എന്നാ ഇത് 2010 ഒരു 15 വർഷം മുമ്പത്തെ കഥയൊന്നുമില്ല, കഴിഞ്ഞ വർഷത്തെ കഥയാണ് ഈ പറയുന്നത്. 2024-25 വർഷത്തിലെ കഥയാണ് ഈ പറയുന്നത്. അവിടുത്തെ ഒരു വലിയ വ്യവസായ രംഗത്ത് പ്രമുഖനായി അറിയപ്പെടുന്ന ഒരാൾ, അയാൾ 500 ചില്ലാൻ പവൻ സ്വർണം അയാളുടെ കയ്യിലുള്ളതും കുടുംബത്തിൽ നിന്ന് ശേഖരിച്ചതുമായി കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇത്ര മാസം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് സമയമൊക്കെ കഴിഞ്ഞു പോയല്ലോ, എന്താ സ്വർണം ഇരട്ടിയായി തിരിച്ചു തരാത്തത്? ജിന്നുമ്മ പറഞ്ഞു, ഒരു പൂജാകർമ്മം കൂടി ബാക്കിയുണ്ട്. പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്. ആ കർമ്മം നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തണം. നിങ്ങളുടെ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ കുടുംബ ബന്ധുമിത്രാദികളോ ആരും വീട്ടിലുണ്ടാവരുത്, നിങ്ങൾ തനിച്ചാവണം. അങ്ങനെ അയാൾ കുടുംബത്തിൽ എല്ലാവരെയും പറഞ്ഞയച്ചു. അയാൾ ഒറ്റക്കായി. എന്നിട്ട് ജിന്നുമ്മയും സംഘവും വന്നു അവസാനത്തെ പൂജാകർമ്മം നടത്താൻ. എന്താ അവസാനത്തെ പൂജാകർമ്മം? അയാളെ പിടിച്ചു കെട്ടി അയാളെ കൊന്നുകളഞ്ഞു. ഇത് പോലീസ് അതിന്റെ കേസന്വേഷണവും കോടതിയും ഒക്കെ ആയി പോകുന്ന കാര്യമാണ്. നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഞാൻ പറയുന്നത്, അയാൾ മരിച്ചു എന്നത് ഉറപ്പാണല്ലോ. എന്തിനാണ് ഒരു ബുദ്ധിയുണ്ട് എന്ന് നാട്ടുകാർ അവകാശപ്പെടുന്ന ഒരു വ്യവസായ രംഗത്തെ പ്രമുഖനായ ഒരു വ്യക്തിത്വം 500 ചില്ലാൻ പവൻ സ്വർണം കൊണ്ടുപോയി ഇരട്ടിയാക്കി കിട്ടാൻ ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്? മനുഷ്യരെ മനസ്സിനെ ദുർബലമാക്കി, അതേ ഏതെങ്കിലും നിമിഷങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്ത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അയാളെ കൊണ്ടുപോയി ശിർക്കിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ആളുകളാക്കി തീർക്കുന്ന ഏർപ്പാടുകൾ നമ്മുടെ നാടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇരിക്കുന്ന സഹോദരിമാർ ജ്യോത്സ്യനിൽ പോകുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഖുർആനിനെ വിശദീകരിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഒരു ജ്യോത്സ്യനെയോ ഒരു കൈനോട്ടക്കാരനെയോ ഔ സാഹിറ അല്ലെങ്കിൽ ഒരു മാരണക്കാരനെയോ ഒരാൾ സമീപിച്ചു, എന്നിട്ട് ഫസഅലഹു അൻ ഷൈഇൻ, ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ചോദിച്ചിട്ട് അയാൾ പറയുന്ന കാര്യം ഈ ചെന്ന് ചോദിക്കുന്ന വ്യക്തി സത്യപ്പെടുത്തിയാൽ കഫറ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട അള്ളാഹുവിന്റെ കലാമിൽ അവൻ അവിശ്വസിച്ചവനായി മാറി. ഇരിക്കുന്ന സഹോദരിമാരെ, ഒരു കൈനോട്ടക്കാരനെയോ ഒരു സിദ്ധനെയോ ഒരു ജ്യോത്സ്യനെയോ ഒരു ബീവിയെയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരാളെ സമീപിച്ച് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ ഖുർആനിൽ തന്നെ വിശ്വാസമില്ലാത്ത ആളായി അവർ മാറിക്കഴിഞ്ഞു, അവിശ്വസിച്ചവനായി മാറി. അപ്പൊ പിന്നെ എന്തായിരിക്കും ഈ മനുഷ്യന്റെ അവസ്ഥ? ഇവന്റെ പരലോകം എന്തായിരിക്കും? ഇവന്റെ അഖീദ പിന്നെ എന്തായിരിക്കും? 5 നേരം കൈകെട്ടി നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അല്ലാഹു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതിന്റെ അർത്ഥതലം എന്താണ്? ആദ്യം അല്ലാഹുവിനെ സ്തുതിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതേ ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, അവനെ വാഴ്ത്തി പറയുകയാണ്, അവന്റെ സിഫാത്തുകൾ പറയുകയാണ്. അവൻ അർ റഹ്മാനാണ്, അവൻ അർ റഹീമാണ്, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. ഇതൊക്കെ പറഞ്ഞു വെപ്പിച്ചിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് ഫർലായ നമസ്കാരത്തിൽ 17 തവണ പറയിപ്പിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായത്തേട്ടം നടത്തുകയുള്ളൂ. നമ്മുടെയൊക്കെ നാടിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഈ നിസ്കാരത്തിന്റെ മുസല്ലയിൽ നമ്മുടെ വല്യമ്മ ഇരുന്ന്
അതേ ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം അല്ലെങ്കിൽ തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. ശരി, ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അതിന്റെ അർത്ഥം മാത്രം ഒന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. നിങ്ങളുടെ അനിയത്തിമാരുണ്ട്, അന്ധവിശ്വാസവും ശിർക്കും ചെയ്യുന്ന കുടുംബങ്ങളിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജേഷ്ഠത്തിമാരുണ്ട്, നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽപ്പെട്ടവരുണ്ട്. അവരോട് ചോദിക്കണം, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന പറയുന്നില്ലേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുവേ, നീ നൽകുന്ന ഒന്നിനെ തടയാൻ ആരുമില്ല അല്ലാ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനും ആരുമില്ല. വിശ്വാസികളെ, ഈ മഹല്ല് സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ, നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ഓരോ നമസ്കാരം കഴിഞ്ഞിട്ടും പറയുന്ന വാക്കാണ്, റബ്ബേ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ നീ തരുന്ന ഒന്നിനെ തടഞ്ഞു വെക്കാനോ ആരുമില്ല റബ്ബേ എന്ന് ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നു. എന്നിട്ട് എന്റെയൊക്കെ കുടുംബങ്ങളിലുണ്ട്, നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവാം, ആ മുസല്ല ഒന്ന് മടക്കി അലമാരയുടെ മുകളിലേക്ക് വെക്കാൻ വേണ്ടി ഒന്നിങ്ങനെ കൈ ഉയർത്തുമ്പോ കാലൊന്ന് സ്ലിപ്പായി പോയാൽ എന്റെയൊക്കെ ഗ്രാമത്തിൽ ഉമ്മമാര് വിളിക്കുന്നത് ബദിരിങ്ങളെ എന്റെ കാലിന. ഇപ്പൊ നിസ്കാരത്തിൽ പറഞ്ഞതോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞതോ ഒക്കെ അല്ലാഹുവിനോട്, എല്ലാം റബ്ബിനോട്. ഖുർആനിൽ വന്ന എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ റബ്ബി ഇശ്റഹ് ലി സ്വദരി റബ്ബി ഹബിലി മിന. എത്ര പ്രാർത്ഥനകളാ, എല്ലാം അല്ലാഹുവിനോട്. ഉറങ്ങാൻ നേരത്ത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജമഅ കഫൈഹി, 2 കൈകളും ചേർത്ത് വെച്ച് സുമ്മ നഫസ ഫീഹിമാ, കൈകളിലേക്ക് ഊതി ഫഖറഅ എന്നിട്ട് ഓതുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ 3 സൂറത്തുകളും ഓതി ശരീരമാസകലം കൈയെത്തുന്ന സ്ഥലത്തൊക്കെ തടവി വീണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആവർത്തിച്ച് 3 വട്ടം ചെയ്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിസ്മിക, നിന്റെ നാമത്തിലാണ്, അമൂതു, എന്റെ മരണം, വ അഹ്യാ, ഇനി എനിക്ക് ജീവിതമുണ്ടെങ്കിൽ എന്റെ ജീവിതം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ഉമ്മമാരെ, കിടന്നുറങ്ങുന്ന ബന്ധുമിത്രാദികളായ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അതേ രക്തബന്ധുക്കൾ അടക്കമുള്ള ആളുകളില്ലേ, എന്നിട്ട് നമ്മുടെ ഉമ്മ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കട്ടിലിൽ നിന്ന് പതുക്കെ ഇറങ്ങി ഒന്ന് നടക്കാൻ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ കാലൊന്ന് വഴിക്ക് പോയാൽ വിളിക്കുന്നത് ബദരീങ്ങളെ എന്നാണ്, മമ്പറത്തെ തങ്ങളെ എന്നാണ്. അറിയോ നിങ്ങൾക്ക്, ഞാന് കോഹിനൂറിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചിലപ്പോ, ഞാനൊരു പബ്ലിക് പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കപ്പുറമുള്ള കോഹിനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് യാത്രയിൽ രാത്രി 12 മണി കഴിഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, രാത്രി 12 മണി കഴിഞ്ഞ് ഞങ്ങൾ സുഹൃത്തും ഞാനും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വണ്ടി ബ്ലോക്കായി, റോഡ് ബ്ലോക്കാണ്. ഉടനെ അപ്പുണ്ടായ ബ്ലോക്കാ. ഉടനെ ഞങ്ങൾ ഇറങ്ങി, രാമനാട്ടുകര നമ്മുടെ വാഹനം വെച്ചിട്ടുണ്ട്, നമ്മളൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന അതിൻ്റെ ഫസ്റ്റ് സമയമാണ്. നമ്മൾ ഉടനെ അതിൽ നിന്ന് ഒരാളെ എടുത്ത് ഒരു വന്ന വാഹനത്തിലേക്ക് കയറ്റി, രണ്ടാമതൊരാളെ എടുത്ത് വാഹനത്തിലേക്ക് കയറ്റി. ആ ഡ്രൈവർ പറഞ്ഞു നിങ്ങളും കയറിക്കോ. നമ്മളും കയറി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അയാളുടെ ശരീരത്തിൽ നിന്ന് ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അയാളുടെ ഭാര്യ അതേ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഒരു നീല സാരി എടുത്ത്, ഞങ്ങൾ 5-8 പേരുണ്ട്, ഒരു നീല സാരി ഉടുത്ത് കുറച്ച് തടിച്ച ഒരാളുണ്ട്, എൻ്റെ ഭാര്യയെ നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടു, എല്ലാവർക്കും ചെറിയ പരിക്കൊക്കെ ഉണ്ട്, നിങ്ങൾ സമാധാനത്തിൽ കിടക്കേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെത്തി. ആ സ്ട്രെച്ചറിൽ വെച്ച് തള്ളിക്കൊണ്ടുപോകുമ്പോൾ, ഓരോ പരിശോധനകൾക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് ചോര നന്നായി ഒഴുകിപ്പോയിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു നില കുറച്ച് ഗുരുതരമാണ്. പിന്നീട് പതുക്കെ അദ്ദേഹത്തിന്റെ സാധാരണ സംസാരം തിരിയാത്തതുപോലെയായി മാറുകയാണ്. ഞങ്ങളിങ്ങനെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ അയാൾ വിളിക്കുന്നത് ഓരോ തങ്ങന്മാരെയാണ്. ആ സ്ട്രെച്ചറിൽ കിടന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ഞാനും എൻ്റെ സുഹൃത്തും പറഞ്ഞു, ഉപ്പാ, നിങ്ങളെ പേരൊന്നും ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങള് കുറച്ചൊക്കെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയിട്ടുണ്ട്, ഗുരുതരമായൊരവസ്ഥ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ അല്ലാന്ന് വിളിക്ക്, റബ്ബേ എന്ന് വിളിക്ക് എന്ന് പറഞ്ഞപ്പോ ആ ഉപ്പ പറയാണ് ഞങ്ങളോട്, നിങ്ങൾ മുജാഹിദാണില്ലേ, ഇനി പിടിക്കണ്ടാന്ന്, നിങ്ങൾ മുജാഹിദാണില്ലേ, ഇനി എന്നെ സഹായിക്കണ്ട എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നാൽ, പ്രിയപ്പെട്ടവരെ, തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയാൽ, മരണത്തോടടുക്കുന്ന സമയത്ത് ആര് അലമുറയിട്ടിട്ടും കാര്യമുണ്ടാവില്ല. രക്ഷപ്പെടാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ വരും. അയാളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ അധികാരമില്ല. അയാൾ സ്വർഗത്തിലാണെന്ന് പറയാനോ
അയാൾ നരകത്തിലാണെന്ന് പറയാനൊന്നും നമുക്കാരും അധികാരം തന്നിട്ടില്ല. പക്ഷെ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ശിർക്കിലായി നമ്മൾ മരിക്കരുത്. അത് തൗഹീദിന്റെ ഏറ്റവും ഘടകവിരുദ്ധമായി നിൽക്കുന്ന, ഇസ്ലാമിന്റെ ഏറ്റവും കഠിന ശത്രുവായി നിൽക്കുന്ന ഒന്നാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലേ? ഇന്ന് നമ്മുടെ പാവപ്പെട്ട ഉമ്മമാർ ഖബർ തേടി പോകുന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ധാരാളം ഹദീസുകളും വിശദാംശങ്ങളും ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. എന്തിനാ ഇതൊരു മുജാഹിദ് മഹലിൽ പറയുന്നത്? എത്രയോ സഹോദരിമാർ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, എന്നാൽ അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞാൽ ഉടനെ പറഞ്ഞു ഒരു പ്രശ്നമല്ല, വല്ലാഹി അള്ളാഹുവാണ് സത്യം. എന്നിട്ട് ആ സ്ത്രീയോട് ആ മഹലിലെ ഖാദിമാരും ഉസ്താദുമാരും പറയാ, ഏർവാടിയിൽ പോയി സത്യം ചെയ്യണം, നാഗൂരിൽ പോയി സത്യം ചെയ്യണം, ഇന്ന സ്ഥലത്ത് പോയി സത്യം ചെയ്യണം, അല്ലെങ്കിൽ ഭീമ അമ്മാച്ചയുടെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവളാണെങ്കിൽ നിന്ന് വിറക്കുകയാണ്. അള്ളാഹുവിനേക്കാൾ അവർ ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ റബ്ബിന്റെ അടിമകളായ ഈ മനുഷ്യന്മാരെയാണ്, മരണപ്പെട്ടു പോയവരെയാണ്, ജീവിച്ചിരിക്കുന്നവരെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ദാ ഇവിടെയും ഖബർസ്ഥാനില്ലേ, ഖബർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ, റുഫിഅ ഖബറുഹു, അള്ളാഹുവിന്റെ ഖബർ, പ്രവാചകന്റെ ഖബർ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. എത്രയെന്നറിയോ? നഹ്വം മിൻ ശിബർ. അതാണ് ഹദീസിൽ വന്നത്, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിൽ ഉള്ള ഖബർ ഒരു ചാണോളം. അതിന്റെ വിശദീകരണത്തിൽ കാണാം, ചരക്കല്ലുകൾ വാരിയിട്ടതുപോലെ ഇങ്ങനെ ഒരു ചാൺ ഉയരത്തിൽ പരന്നതും കൂർത്തതുമല്ലാത്ത വിധത്തിൽ കിടക്കുന്ന ആ ഖബർ. എന്നിട്ട് ഖബർ കെട്ടിപ്പൊക്കി അവിടെ പച്ചപ്പുതപ്പ് വിരിച്ച് എത്രയോ ഉമ്മമാര്, എത്രയോ സഹോദരന്മാര്, സഹോദരങ്ങൾ കണ്ണീരോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ കരയാത്ത ഉമ്മ, അള്ളാഹുവിനെ ഓർത്ത് കരയാത്ത ഉമ്മ, അല്ലേ? പാതിരാത്രിയിൽ ജനങ്ങളെ കുറങ്ങിക്കിടക്കവേ ഒരു 3 റക്അത്ത് നമസ്കരിച്ച്, ഒരു 5 റക്അത്ത് നമസ്കരിച്ച് ആ സുജൂദിൽ കിടന്ന് സ്വർഗം ചോദിക്കാത്ത ഉമ്മ, കരയാത്ത ഉമ്മ, വേദനിക്കാത്ത ഉമ്മ, ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കൈയിങ്ങനെ അതിലേക്ക് വെച്ച് എത്രയോ മിനിറ്റുകളും മണിക്കൂറുകളും അനങ്ങാതെ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴിപ്പിച്ച് കരയുന്ന ഉമ്മമാരെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉപ്പമാരെ കാണുകയാണ്. ഈ മഹല്ല് സമ്മേളനത്തിൽ ഇരിക്കുന്ന മുജാഹിദുകളെ, ഉത്തരവാദിത്വം നമുക്ക് വർദ്ധിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയതാണ് ഖബർ ആർത്തത്തിൽ കെട്ടിപ്പൊക്കുന്നത്. ഹദീസിൽ ഇങ്ങനെ കാണാം, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. എന്ത്? അയ്യുജസ്സൽ ഖബറു, നിങ്ങൾ ഖബർ കുമ്മായം അടിക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റ് പൂശരുത്. വഅയ്യുബിന അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. വഅയ്യുഖഅദ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഅയ്യുക്തമ അലൈഹി, നിങ്ങൾ ഖബറിന്റെ മേലെ എഴുതരുത്. ഇത് ഇമാം ഷാഫി തന്റെ ഗ്രന്ഥത്തിൽ ഈ 4ാമത്തെ പദം കൂടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? വഅയ്യുക്തമ അലൈഹി, ഖബറിന്റെ മുകളിൽ നിങ്ങൾ എഴുതരുത്. ഇത് 4ഉം സ്വീകരിച്ച നമ്മൾ അവരുടെ കണ്ണിൽ ബിദ്അത്തിന്റെ ആളുകളാണ്, അല്ലേ? അവരുടെ കണ്ണിൽ നബിയോട് ഇഷ്ടമില്ലാത്തവരാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അള്ളാഹുവിന്റെ മതത്തെ ഇഷ്ടപ്പെടാത്തവരാണ് ഈ 4ഉം ചെയ്യുന്നവര്, നബി അനുസരിച്ചവര്. എന്നാൽ ഇത് 4ഉം സ്വീകരിക്കാതെ ചെയ്യുന്നവരാണ്. വിലക്കി എന്ന് പറഞ്ഞത് കൊണ്ടുവരുന്നവരാണ് നമ്മെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റോ കുമ്മായമോ പൂശരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ കയറി ഇരിക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബർ നിങ്ങൾ സന്ദർശിക്കണേ, ഖബർ നിങ്ങൾ സന്ദർശിക്കണേ. എന്തിന്? ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. ഈ 2 കാര്യം ഖബർ സന്ദർശിക്കുന്നതിലൂടെ. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഉമ്മയുടെ, വാപ്പയുടെ, ചേട്ടന്റെ, അനിയന്റെ, ബന്ധുക്കളുടെ, നാട്ടിലെ അല്ല ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഖബർ ഇടക്കൊക്കെ ഒന്ന് പോയി കണ്ട് ആ ഖബറാളികളെ കുറിച്ച് നമുക്കറിയും, അവർക്ക് വേണ്ടി സലാം പറഞ്ഞ് ആ ഖബറിനെ കുറിച്ച് ആലോചിച്ച്, എന്നെ കഷ്ടപ്പെട്ടു വളർത്തിയ എന്റെ ഉപ്പയുടെ ഖബറാണിത്, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാ, മാപ്പ് കൊടുക്കണേ അല്ലാ, പടച്ചവനെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച് എനിക്കും നിങ്ങൾക്കും മരണബോധം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചു വരാനുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോ സംസാരിക്കുന്നതിൽ നിന്ന് ഒരു 5-6 മാസം പിറകോട്ട് പോയാൽ തിരൂരിൽ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ
ഖബറിന്റെ സിയാറത്തുമായി ബന്ധപ്പെട്ട് ആ ഖബറിൽ കിടക്കുന്ന ഷെയ്ഖിന്റെ പേര് പറഞ്ഞ് വിളിച്ചു കൂട്ടിയ നേർച്ച പ്രോഗ്രാമിൽ, പരിപാടിയിൽ ആനക്ക് മതമിളകി, ഉറൂസിൽ ആനക്ക് മതമിളകി ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. തൃശൂർ ജില്ലയിൽ ആനക്ക് മതമിളകി ഒരു മുസ്ലിമിന്റെ ഖബറുമായി ബന്ധപ്പെട്ട ഉത്സവത്തിൽ അതേ ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. സ്ഥലങ്ങൾ ഇനിയും ഏറെയുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടേക്ക് പോയ മനുഷ്യർക്ക് മരണബോധം ഉണ്ടായിട്ടുണ്ടാകുമോ? അവർ കണ്ട യന്ത്ര ഊഞ്ഞാലിനെ കുറിച്ചാണ് കാറിലിരുന്ന് സംസാരിക്കാനുള്ളത് മക്കൾക്ക്. അവിടെ കണ്ട സർക്കസിനെ കുറിച്ചാണ്, അവിടെ കണ്ട മരണക്കിണറിനെ കുറിച്ചാണ് ഈ ഖബർ സിയാറത്തിലേക്കും ഉറൂസിലേക്കും പോയവർക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞത്, നിങ്ങൾ സിയാറത്ത് ചെയ്യണം, നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാന്. ഞാൻ ഈ തൗഹീദ് പറയുന്ന സ്ഥലത്ത് എന്തിനാ ഇത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, തൗഹീദിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ മേഖലയാണ് ഖബറുമായി ബന്ധപ്പെട്ട മേഖലകൾ. ഗൗരവപൂർവം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. കാരണം ഞാൻ പണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് പോലെയുള്ള ഒരു സാധാരണ നാടൻ പ്രസംഗമാണ് നിങ്ങളുടെ മുമ്പിൽ നടത്തുന്നത്. അതാണ് ഇന്ന് നമ്മുടെ നാടിൽ കുറവുള്ളത്, അല്ലേ? അതാ നമ്മുടെ നാടിൽ കുറവുള്ളത്, ആ പച്ചയായ തൗഹീദ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പറയണം, അതിന്റെ പ്രചാരകരായി മാറണം. കാരണം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, അവനോടല്ലാതെ പ്രാർത്ഥനയില്ല, അവനോടല്ലാതെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിആനത്തില്ല, അവനോടല്ലാതെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയില്ല, അവന്റെ പേരിലല്ലാതെ സത്യം ചെയ്യലില്ല, നേർച്ച വഴിപാടുകളില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള തഖർറുബ് പ്രതീക്ഷിക്കാതെ നിങ്ങളൊരു നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ ആ നേർച്ച പോലും ബാത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിൽ പോലും പറഞ്ഞിട്ടുള്ളത് എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഞാൻ ഷാഫി മദ്ഹബിലെ ഖബറുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഇബാറത്ത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലാകും. കാരണം നോക്കൂ, നിങ്ങൾ ഷാഫി മദ്ഹബിൽ നിന്ന് ഞാൻ വായിച്ചു തരാം. ഇവിടെയുള്ള കൂടിയാളുകൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് പറഞ്ഞത്? ഖബറുകൾക്ക് മേലെ ഉണ്ടാക്കിയ കുബ്ബകളും എടുപ്പുകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്, പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. ഇത് കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ്. മാത്രമല്ല, ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ വിലക്കിയതുമാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്, ഉയർന്നു നിൽക്കുന്ന കബറുകളെ നിങ്ങൾ സാധാരണ കബറുകളാക്കി മാറ്റണം. അധികാരമുള്ള സ്ഥലത്ത്, ഇസ്ലാമിക ഭരണങ്ങളുള്ള സ്ഥലത്ത് നമുക്കൊരു കബർ പൊളിക്കാനോ ഒരു കബറിനെ തകർക്കാനോ അധികാരമില്ല. ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരിക്ക് ഓർഡർ ഇടാം ആ പൊന്തി നിൽക്കുന്ന കബറുകളെ സാധാരണ കബറുകളാക്കി മാറ്റാൻ. ഷാഫി മദ്ഹബിലാണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് വേണ്ടത് എന്നതാണ്. ആരാ ചർച്ച ചെയ്തിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളാണ്. ഇതാ അസ്സവാജിർ പോലെയുള്ള ഗ്രന്ഥങ്ങളാണ് ഈ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കിതാബുകളിൽ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിനെ ഈ അർത്ഥത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്കും ശിർക്കിലേക്കുമൊക്കെ ക്ഷണിച്ചാലേ, പ്രിയപ്പെട്ടവരെ, ശിർക്കിലേക്ക് എത്തുന്ന വഴികളിലേക്ക് ക്ഷണിച്ചാലേ ഇവിടുത്തെ ചില ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആൾക്കൂട്ടത്തെ പിടിച്ചു നിർത്താനും സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. ഇവിടെയാണ് ഞാനും നിങ്ങളുമാകുന്ന കൊച്ചു സംഘം എല്ലാ എതിർപ്പുകളെയും, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം അനുവദിച്ചു തരുന്ന ജനാധിപത്യ സംവിധാനത്തിലൂടെ അള്ളാഹുവിന്റെ ദീനെത്തിക്കുവാനുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു മഹല്ലാണിത്. ധാരാളം ആളുകളുണ്ട്. അതെ, ഈ ആദർശം മുമ്പേ കേട്ട് പരിചയമുള്ളവരാണ്. നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല. ഈ പരിസര പ്രദേശത്ത് തൗഹീദിന്റെ വെളിച്ചമെത്താത്ത വീടുകളുണ്ട്, അവിടേക്ക് നിങ്ങൾ എത്തണം. അവർ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടുള്ള ആളുകൾ പറഞ്ഞ അതേ
ദുർന്യായം പറഞ്ഞുകൊണ്ട് ആ ആയത്തിന്റെ സമയത്തിന്റെ കുറവ് കൊണ്ട് ആയത്തിന്റെ കഷ്ടം മാത്രം ഞാൻ പറയട്ടെ. 1:39 അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്താണ്. 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്താണ്. 26-ാം അധ്യായം സൂറത്ത് ശുഅറായിലെ 70 മുതൽ 74 വരെയുള്ള വചനങ്ങളാണ്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. ഇത് നമ്മുടെ നാട്ടിലെ ഉമ്മ പറയുന്നില്ലേ, നമ്മുടെ വല്യമ്മ പറഞ്ഞിട്ടില്ലേ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. എന്താ അതിന്റെ അർത്ഥം? ഇവർ ഞങ്ങളെ അല്ലാഹുവിലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ആരുമാകാം. തഫ്സീർ എടുത്ത് നോക്ക് നിങ്ങൾ, അവിടെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കല്ലംബിയ, അംബിയാക്കളെ പോലെയുള്ള ആളുകളെ, വൽ ഔലിയ, ഔലിയാക്കന്മാരെ പോലെയുള്ള ആളുകളെ, വൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ അംബിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ, ആരിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൈന്യൂട്ട് പോയിന്റ്, ലെവലേശം ഒരു പോയിന്റ് വെച്ചു കൊടുത്താൽ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞു പോകും, നമ്മൾ അപകടകാരികളായി മാറും. അതുകൊണ്ട് മുജാഹിദുകളെ, എന്റെയും നിങ്ങളുടെയും തൗഹീദ് അതാ നാളെ പരലോകത്ത് നമുക്ക് രക്ഷക്കെത്തുക. അമലുകൾ കുറഞ്ഞവരാണ് നമ്മൾ, അല്ലേ? സഹാബത്തിന്റെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ അമലുകൾ കുറഞ്ഞവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള പിടിവള്ളി ഈ തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അതിൽ നിന്ന് ഒരൽപ്പം പോലും വ്യതിചലിച്ചിട്ടില്ല, വ്യതിചലിക്കാൻ പാടില്ല. സർവശക്തനായ റബ്ബിന്റെ കാവലിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. ഒരു ന്യായം അങ്ങനെ പറഞ്ഞു, ഇന്ന് പറഞ്ഞതല്ല, ഇത് ഖുർആനിലുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ഹഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇവർ നേർച്ചയും വഴിപാടുകളും അർപ്പിക്കുന്ന പ്രതിഷ്ഠകളാകട്ടെ ബിംബങ്ങളാകട്ടെ, അതിന്റെ പിന്നിൽ അവർ ലക്ഷ്യം വെക്കുന്ന മഹത്തുക്കളാകട്ടെ, ആരെങ്കിലും ആവട്ടെ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഇത് 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 18-ാമത്തെ വചനമാണ്. ഇനി 26-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 70 മുതൽ 74 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത് എന്താ? ഇവരോട് ചോദിച്ചു, അല്ല മനുഷ്യരെ, വല്ല ഉപകാരം ചെയ്യാനോ ഉപദ്രവം വരുത്താനോ നിങ്ങൾ ഈ വന്നു നിൽക്കുന്ന കബറിൽ കിടക്കുന്ന ആളുകൾക്ക് കഴിയുമോ? ഈ പ്രതിഷ്ഠകൾക്ക് കഴിയുമോ? ഈ ബിംബങ്ങൾക്ക് കഴിയുമോ? അല്ലാഹുവല്ലാതെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഇലാഹുകൾക്ക് കഴിയുമോ? ഖുർആൻ പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? അവർ പറഞ്ഞ മറുപടി ഖാലു, അവർ പറഞ്ഞു ബൽ, മറിച്ച് വജദിനാ അബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പമാരെ കണ്ടത്, ഞങ്ങളുടെ വല്ലിപ്പമാരെ കണ്ടത്, കാരണവന്മാരെ കണ്ടത് കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളിൽ തെറ്റും ശരിയും ഒന്നും ആലോചിക്കുന്നില്ല. ഇതാണ് ഈ പ്രദേശം വിട്ടൊന്ന് കറങ്ങി നോക്കൂ. നമ്മുടെ കുടുംബക്കാര് പറയാ, നിങ്ങൾ പുതിയ ആദർശവുമായി വരണ്ട, പുതിയ ആശയവുമായി വരണ്ട, നിങ്ങൾ പുത്തൻവാദികളാണ്. ഞങ്ങളുടെ വല്ലിപ്പ ചെയ്തത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വലിയ ഉസ്താദ് ചെയ്തത് ഇങ്ങനെയാണ്, വലിയ കാരണവന്മാർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അവർ കബറാളികളോട് തേടുന്നതാ ഞങ്ങൾ കണ്ടത്, സങ്കടം കബറിന്റെ മുമ്പിൽ പോയി പറയുന്നതാ ഞങ്ങൾ കേട്ടത്. കദാലിക യഫ്അലൂൻ, എങ്ങനെ? വജദിനാ അബാഅനാ, ഞങ്ങളുടെ വല്ലിപ്പമാർ, ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ കണ്ടത് കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ തിരുത്തേണ്ടതില്ല എന്ന് അന്നത്തെ മനുഷ്യർ പറഞ്ഞു. ഖാലു ബൽ, ആ ബല്ലിന്റെ വിശദീകരണം മറിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേട്ടോ, അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എന്റെ സമയം അവസാനിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്നറിയോ? ഇത് നമ്മുടെ ജീവനാണ്, ഇത് നമ്മുടെ പിടിവള്ളിയാണ്. ആരെങ്കിലും ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, ചെയ്തു പോയാൽ, അല്ലാഹു പൊറുക്കാത്ത കടുത്ത പാപമാണത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തതെന്തും ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു പൊറുക്കും. അത് പൊറുക്കുകയില്ല. ഒരേലസ് നമ്മുടെ കയ്യിൽ കെട്ടിയാൽ അത് കടുത്ത ശിർക്കാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് 10 ആള് വന്നു. 9 ആളുകളുടെ കൈ പിടിച്ചു മുത്തി നബി ബൈഅത്ത് ചെയ്തു. ഒരാളെ അങ്ങ് മാറ്റി നിർത്തിയപ്പോ അവർ ചോദിച്ചു നബിയോട്, നിങ്ങൾ 9 ആളുമായി ബൈഅത്ത് ചെയ്തല്ലോ നബിയെ, എന്തേ ഈ കാണുന്ന മനുഷ്യനെ മാറ്റിയതെന്ന് ചോദിച്ചപ്പോ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? ഞാൻ 9 ആളുമായി ബൈഅത്ത് ചെയ്തു. ഈ കാണുന്ന നിങ്ങൾ പറഞ്ഞ ഈ മനുഷ്യനെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം
അവന്റെ ശരീരത്തിൽ ഏലസുണ്ട്. രോഗം വന്നു കുട്ടിക്ക്, രോഗം വന്നു അനിയത്തിക്ക്, രോഗം വന്നു ഭർത്താവിന്, രോഗം വന്നു ഉമ്മക്ക്. പലരും പറയും, എന്ത്, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ, അവിടെ പോയാൽ പരിഹാരമുണ്ടാകും, നിങ്ങൾക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. രോഗം വർദ്ധിക്കുന്നു കുട്ടി ഇങ്ങനെ കാലിട്ടടിക്കുകയാണ്, നമ്മൾ ഭയപ്പെടുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. പലരും വന്ന് ചെവിയിൽ കുറുകി പറയുമ്പോ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് ഒരു ഏലസിന്റെ ആ ഒരു കഷ്ടമെടുത്ത നൂലിൽ കെട്ടി ആരും കാണാത്ത കൈത്തണ്ടയിലോ അരയിലോ കെട്ടിവെച്ചാൽ മൻ അല്ലക തമീമ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്, ഏലസ് കെട്ടിയവനെന്ന്. ഈ മനുഷ്യൻ, ഇയാളുടെ കയ്യിൽ ഏലസ് ഉണ്ട്, പ്രവാചകന്റെ കൈയുണ്ടല്ലോ, ഫഅദ്ഖല യദഹു, ഏലസിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചു, ഫഖതഅഹ, അതങ്ങ് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു പ്രവാചകൻ, മൻ അല്ലക തമീമ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു ചെറിയ കാര്യമല്ലേ എന്ന നിലക്ക് തൗഹീദിൽ നിന്ന് പിടച്ചു പോകുന്ന ഒന്നിലേക്ക് നമ്മൾ പോവരുത്. പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും, പിടിച്ചു നിൽക്കണം. കുട്ടികളിലൂടെ, ഭർത്താവിലൂടെ, മാതാപിതാക്കളിലൂടെ, സമ്പത്തിലൂടെ, സ്വത്തിലൂടെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയണം. പടച്ചവൻ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് എന്റെ ജീവിതത്തിൽ വന്നു പോകരുത്, ഒരു നോട്ടം എന്റെ ജീവിതത്തിൽ വന്നു പോകരുത്. ശ്രദ്ധിക്കണേ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട്, വിഷയം വിശാലമാണ്, അതിന്റെ ചില ഓലങ്ങൾ മാത്രമാണ്, ഒരു സൈഡിലെ ചില വചനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതൊരു താക്കോലായി സ്വീകരിച്ച് മുജാഹിദുകളെ, തൗഹീദ് അറിയുന്നവരെ, ശിർക്കിന്റെ ഗൗരവം അറിയുന്നവരെ, അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വെക്കാൻ പാടുപെട്ട് പണിയെടുത്ത പണ്ഡിതന്മാർ അറിയുന്നവരെ, മുൻഗാമികൾ അറിയുന്നവരെ, ഞാനും നിങ്ങളും ഈ താക്കോൽ ഉപയോഗിച്ച് ഈ തൗഹീദിന്റെ വിജ്ഞാനത്തെ തുറക്കണേ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു എനിക്കും നിങ്ങൾക്കും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.